ഒരു ജ്യൂസ് ഷോപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ, വെൽക്കം ടു സ്മോൾ ബിസിനസ് ഐഡിയാസ് പാർട്ട് 1. നമ്പർ 1, ലൊക്കേഷൻ. നിങ്ങളുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആയ സ്റ്റുഡൻസ് ഓർ ഓഫീസ് വർക്കേഴ്സ്, ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകൾ എന്നിവർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബിസി സ്ട്രീറ്റുകൾ, സ്കൂളുകൾ, ഓഫീസുകൾ, ജിമ്മുകൾ എന്നിവയ്ക്ക് സമീപം ആളുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. നമ്പർ 2, എ പ്രോപ്പർ മെനു. ഒരു ജ്യൂസ് ഷോപ്പിന്റെ പ്രധാന ഘടകം പ്രോഡക്റ്റ് ക്വാളിറ്റിയാണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും അവരെ സ്ഥിരം കസ്റ്റമേഴ്സ് ആക്കുന്നതിനും വേണ്ടി മറ്റു മെനുവിൽ നിന്ന് വ്യത്യസ്തമായി ഹെൽത്ത് കോൺഷ്യസ് ആയ ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രോട്ടീൻ ഷേക്കുകളും ചെറുപ്പക്കാർക്കും കുട്ടികൾക്കുമായിട്ടുള്ള ചോക്ലേറ്റ് ഷേക്കുകളും എനർജി ഡ്രിങ്കുകളും ആഡ് ചെയ്യുക. ഇതിനു പുറമെ സീസൺ പഴങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത ജ്യൂസുകളും ഫോക്കസ് ചെയ്യുക. മാത്രമല്ല, നിങ്ങളുടെ ഷോപ്പിന് മാത്രമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഡ്രിങ്ക് ഉണ്ടായിരിക്കണം. അതിന് ഒരു പേരും പ്രത്യേകതയും വേണം. നമ്പർ 3, മാർക്കറ്റിംഗ്. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആക്റ്റീവ് ആവുകയും ഡെയിലി പോസ്റ്റുകളും സ്റ്റോറിയും ഷെയർ ചെയ്യുക. പ്രാദേശിക ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് ഷോപ്പ് പ്രൊമോട്ട് ചെയ്യാൻ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പ്രയോജനപ്പെടുത്തുക. കസ്റ്റമേഴ്സിനെ ആകർഷിക്കാനും നിലനിർത്താനുമായി ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ പോലെയുള്ള ലോയൽറ്റി പ്രോഗ്രാമുകൾ കൂടി ഫോക്കസ് ചെയ്യുക. മാത്രമല്ല, ഗൂഗിൾ ബൈ ബിസിനസ്സിൽ രജിസ്റ്റർ ചെയ്യുകയും സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഫുഡ് ഡെലിവറി പ്ലാറ്റ്ഫോമുകളിലൂടെ ഓൺലൈൻ വിറ്റുവരവ് കൂടി ഉറപ്പാക്കുക. സോ, ഇതുപോലെ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പുതിയതായി ഏത് ബിസിനസ്സിനെ കുറിച്ച് അറിയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ചെയ്യുക.